ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു ടിയാരയുടെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടുണ്ടായപ്പോൾ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ടിയാരയുടെ മേക്കിംഗ് വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓണത്തിനും അതുപോലെ തന്നെ കല്യാണ ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഇതേപോലത്തെ ഒരു വയറാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഗോൾഡൻ കളറുള്ള വയറിന് അത്യാവശ്യം തിക്കിലുള്ള വയറാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ പീസുകളായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ജാസ്മിൻ ബഡ്സ് ആണ്. പിന്നെ നമുക്ക് പോളൻസ് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനിത് ഗോൾഡൻ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഗിയർ വയർ വേണം. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളത് ഈ ഒരു 4mm ആണ് കേട്ടോ. അപ്പോൾ 3mm എനിക്ക് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എൻ്റെ ഉള്ളത് അതായത് കാരണം ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതേപോലത്തെ റോസ് ഫ്ലവേഴ്സ് വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുള്ള ആ ഒരു വയർ ഉണ്ടല്ലോ, ആ ഒരു വയർ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ അറ്റം ഇതേപോലെ ഒന്ന് വളച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ വളച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു അറ്റം ഉണ്ടല്ലോ ഇതേപോലെ ഒന്ന് പിരിച്ച് ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി മുമ്പ് കാണിച്ചിട്ടുള്ള ഒരു ഗിയർ വയർ ഉണ്ടല്ലോ, അതൊന്ന് ഇതിൽ ചുറ്റിയെടുക്കണം കേട്ടോ, ഈ ഒരു കമ്പിയിൽ. അപ്പോൾ അത്യാവശ്യം ടൈറ്റിൽ തന്നെ നമ്മൾ ചുറ്റിയെടുക്കാം. ഇന്ന് നമ്മൾ ഓരോ മുല്ലമുട്ടായിട്ട് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു കമ്പി വളച്ച് കൊടുത്തിട്ട് ചുറ്റി എടുത്തിട്ടില്ലേ, അപ്പോൾ ആ ഭാഗത്ത് കവർ ചെയ്തിട്ട് വേണം നമ്മൾ ആദ്യത്തെ ആ ഒരു ബഡ് വെച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു 3 ബഡ് നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് കുറച്ച് വലിയത് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കുക കേട്ടോ. അതായിരിക്കും കുറച്ചൊരു ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അത് അതിൻ്റെ ആ ഒരു സ്റ്റെം ഉണ്ടല്ലോ, ആ ഒരു ബഡിൻ്റെ ആ ഒരു സ്റ്റെം ഇതുപോലെ കമ്പിയിലേക്ക് അമർത്തി വെച്ചിട്ട് വേണം ചുറ്റിയെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ 2 സൈഡിലായിട്ട് ഇതേപോലെ 2 ബഡ്സ് വീതം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ കണ്ടില്ലേ, ഞാൻ ഒന്ന് ഒതുക്കി പിടിച്ചിട്ടാണ് പിന്നെ ആ ഒരു വയർ ചുറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഇല്ലാതെ കിട്ടും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒതുക്കി പിടിച്ചിട്ട് വേണം ചുറ്റിയെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒരു ബഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു സൈഡിലായിട്ടൊരു റോസ് ഫ്ലവർ, ഇനി നമുക്ക് ഈ ഒരു സൈഡിലായിട്ടൊരു ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു കമ്പി ഉണ്ടല്ലോ, അത് നമ്മൾ മുമ്പ് വെച്ചിട്ടുള്ള ആ ഒരു വയറിലേക്ക് ഇതേപോലെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ മറ്റേ വശത്തായിട്ട് ഇതേപോലെ ഈ ഒരു പോളൻസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പോളൻസിൻ്റെ ആ ഒരു വയർ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കമ്പിയായിട്ട് ഇതുപോലെ ചേർത്തിട്ട് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചുറ്റി കൊടുക്കുന്നില്ല, ഞാൻ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുമ്പൊരു ഇതേ ടൈപ്പുള്ളൊരു ഹെയർ ബോ ചെയ്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതിനേക്കാളും കുറച്ചൊരു എളുപ്പം തോന്നിയത് എനിക്ക് ഈ ഒരു ടിയാര മേക്ക് ചെയ്യാനാണ്. അപ്പോൾ അത് ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര ടൈം എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഹെയർ ബോ ചെയ്യുന്നതിനേക്കാളും എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഈ ഒരു ടിയാര മേക്ക് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പോളൻസിൻ്റെ കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ടൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് അടുത്ത ലെയർ ഇതേപോലെ 2 ബഡ്സ് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ സെൻറ്ററിൽ വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെയും ഒരു ബഡ് വെച്ചിട്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ ഈ ബഡ്സൊക്കെ ഒതുക്കി പിടിച്ചിട്ട് വേണം ചുറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ അടുത്ത് കിട്ടും കേട്ടോ, ഗ്യാപ്പില്ലാതെ നല്ല ഭംഗി വൃത്തിക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഇത് നമ്മൾ ഫുള്ള് ഇതേപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 3 ലെയർ നമ്മളിതുപോലെ ബഡ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്ലവറും പോളൻസും വെച്ചിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ഇനി അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം, അറിയാത്തവരാണെങ്കിൽ കാണുക കേട്ടോ. അപ്പോൾ സൈഡിൽ 2 വെച്ച് കൊടുക്കുക. പിന്നെ കാണുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ 1 വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരു 3 ലെയർ ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കണം കേട്ടോ.
അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു ലെയറും കൂടെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ഫ്ലവറും പോളൻസും വെച്ചിട്ട് ചുറ്റിയെടുക്കാം. ഈ ഒരു ടിയാര നമ്മൾ മേക്ക് ചെയ്യണത് ഹെയർ ബോ പോലെയല്ല കേട്ടോ. അപ്പോൾ ഹെയർ ബോക്കൊക്കെ ഒരേ അളവ് തന്നെയല്ലേ. പക്ഷേ ടിയാരയ്ക്ക് നമുക്ക് പല അളവുകളായിരിക്കും കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ അതിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് ലെങ്ത് കുറച്ചിട്ടാണ് നമ്മൾ എടുക്കുക. അതേപോലെ തന്നെ വലിയ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ നീളത്തിൽ നമ്മളിത് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് ആ ഒരു അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അത്ര റേറ്റ് വരില്ല. അപ്പോൾ വലിയ സൈസാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽസ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ബഡ്സ് ആയാലും അതേപോലെ തന്നെ ഫ്ലവറും പോളൻസൊക്കെ നമ്മൾ അധികമായിട്ട് നമ്മൾ വലിയ സൈസിൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റേറ്റ് കുറച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു ബഡ്സൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഹെയർ ആക്സറീസ് ഒക്കെ നമുക്ക് ഈ ഓണം പോലുള്ള ഈ സീസണിലൊക്കെ നല്ല സെയിലായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതുപോലത്തെ ചെയ്തിട്ട് ഇപ്പോൾ ഓർഡേഴ്സൊന്നും കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ ഇതേപോലെ ഉള്ള കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കസ്റ്റമേഴ്സിനൊക്കെ ഇഷ്ടമായിട്ട് നമുക്ക് ഒരുപാട് ഓർഡേഴ്സൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ശ്രമിച്ച് നോക്കിയാലേ നമുക്ക് പറ്റുമോ പറ്റില്ല എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കാണുമ്പോഴേക്കും നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞ് മാറരുത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ശ്രമിച്ച് നോക്കി നോക്കുക. പിന്നെ വീട്ടിൽ ബോറടിച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ. ചെറിയ പെൺകുട്ടികളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ നമുക്ക് ആരും വാങ്ങിയില്ലെങ്കിലും നമ്മളുടെ മക്കൾക്കായാലും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ചെയ്ത് നോക്കിയാലും എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. അപ്പോൾ നമ്മളുടെ ടിയാര ഇത്രയും വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 3 ലെയർ ക്രിയേറ്റ് ചെയ്യുക, ബഡ്സ് വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ ഫ്ലവറും പോളൻസും വെച്ചിട്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യണത് മനസ്സിലായിട്ടുള്ള ആൾക്കാരൊക്കെ അടിച്ച് കളഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ 3 ലെയർ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഈ ഒരു ഫ്ലവറും പോളൻസും വെക്കുക. അങ്ങനെയാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഫ്ലവേഴ്സും പോളൻസൊക്കെ വെച്ചിട്ടുള്ളത് ഓരോരോ സൈഡിലേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റിലാണ് വെച്ചിട്ടുള്ളത്, പിന്നെ വെച്ചിട്ടുള്ളത് റൈറ്റ് സൈഡിലേക്ക്, അങ്ങനെ ഓരോരോ സൈഡിലേക്കായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു 3/4 ഭാഗം ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റിൽ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ അടിച്ച് കളഞ്ഞ് കാണരുത്. അപ്പോൾ ഇതിൻ്റെ അറ്റത്തായിട്ട് ഇതേപോലെ നമ്മൾ ആ ഒരു കമ്പി വളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തില്ല, അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അളവിനനുസരിച്ചിട്ടാണ് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു അറ്റത്തായിട്ട് ഇതേപോലെ ഒരു ജാസ്മിൻ ബഡ് വെച്ചിട്ട് നമ്മൾ കമ്പി ചുറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് 2 വെച്ച് കൊടുക്കുക. എന്നിട്ടും അതേപോലെ തന്നെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും, ഞാൻ പറയുന്നതിനേക്കാളും മനസ്സിലാവും കേട്ടോ. അപ്പോൾ ചുറ്റിയെടുക്കുമ്പോൾ കമ്പി ലൂസായി പോകരുത് കേട്ടോ. അത്യാവശ്യം ടൈറ്റിൽ വേണം ചുറ്റിയെടുക്കാനായിട്ട്. ഇനി നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് കാണുന്ന ഒരു ഗ്യാപ്പില്ലേ, അവിടെ നമ്മൾ ബഡ്സ് അതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ ഒരു കമ്പി ഉണ്ടല്ലോ, ആ ഒരു ഗിയർ വയർ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തില്ലേ, അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു തിക്കായിട്ടുള്ള ആ ഒരു കമ്പിയിലേക്ക് ഇതേപോലെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് ആ ഒരു ജാസ്മിൻ ബഡ് ഇതേപോലെ തന്നെ ആ ഒരു സെൻറ്ററിൽ ആ ഒരു ഗ്യാപ്പ് കാണുന്ന ഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ ബഡൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഭംഗി ഉണ്ടായിരിക്കില്ല കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബഡിന് ഇതേപോലെ ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ടിയാര മേക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ആ ഒരു ഗിയർ വയർ ചുറ്റിയിട്ടില്ലേ, അപ്പോൾ അതൊക്കെ കാണാതിരിക്കാനായിട്ട് നമുക്ക് ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പോൾ ഇത് കവർ ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ.
അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സേഫാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഈ ഒരു വയറ് തട്ടിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പൊട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ തലയിലൊന്നും കൊള്ളണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഫെൽറ്റ് വെച്ച് കവർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കവർ ചെയ്തിട്ടൊക്കെ വേണം നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ബോയുടെ മേക്കിംഗ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുടെ കണ്ട് നോക്കി നോക്കാം, നമുക്ക് ഇങ്ങനെ ഒരു കോംബോ ആയിട്ട് സെയിൽ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീട്ടിൽ ബോറടിച്ചിരിക്കുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. നമ്മളുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഓണം സ്പെഷ്യൽ വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ ഫോട്ടോസ് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയ ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തരിക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.